ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഫിലിം ചെയ്യും. ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു ഹാൻഡി ക്യാമറ ഉണ്ടായിരുന്നു അന്നത്തെ, അത് കയ്യിലിങ്ങനെ കൊണ്ട് നടക്കും. എല്ലാം ഞങ്ങൾ ഉറങ്ങുന്നത്, ഊണഴിക്കുന്നത്, പിന്നെ അവരുടെ വലിയൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. അതിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 17-18 വെറൈറ്റീസ് ഓഫ് മുല്ലപ്പൂ ഉണ്ടായിരുന്നു. മുല്ലപ്പൂ, രാമബാണം എന്ന് പറഞ്ഞൊരു മുല്ലപ്പൂ, അത് നീളത്തിലിങ്ങനെ, അതൊക്കെ അങ്ങനെ വളരെ താല്പര്യപൂർവ്വം നോക്കിയിരുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ അതൊക്കെ പൂക്കളെ പടമെടുക്കുക, അതിലിടയ്ക്ക് ഞങ്ങളെ കൊണ്ട് നിർത്തിയെടുക്കും. പിന്നെ ഇങ്ങനെ ഓണത്തിന് വേണ്ടി പൂക്കളിങ്ങനെ കളം ഒരുക്കുമ്പോൾ, അത്തപ്പൂക്കളം ഓർക്കുമ്പോൾ ഞാനിങ്ങനെ അതിനിടയ്ക്ക് കയറി തവഴ്ന്നു പോയിട്ട്, അതാണ് ആദ്യമായിട്ട് എന്നെ കാണിക്കുന്നത്. ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം കൂടെ തട്ടിമാറ്റും. പിന്നെ എന്നെ കൊണ്ട് ആരോ പൊക്കി എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെക്കുന്നു. അപ്പോൾ വീണ്ടും അവരിതെല്ലാം കൂടെ ഒരുക്കുമ്പോൾ ഞാനിതെല്ലാം വീണ്ടും തട്ടിമാറ്റും. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് ഓർമ്മ തെളിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഓണം മെർലാൻഡിൽ ഞാൻ, അന്ന് ന്യൂ തിയേറ്ററിൻ്റെ അടുത്തായിരുന്നു ക്വാർട്ടേഴ്സ് ഞങ്ങൾക്ക്, സ്റ്റുഡിയോക്കകത്തല്ല. അപ്പോൾ അടുത്ത് തന്നെയാണ് മുതലാളിയുടെ വീടും മിസ്സസും എല്ലാം അവിടെയാണ് താമസം. അപ്പോൾ ഓണ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മയൊക്കെ സിനിമയിൽ പാടിയിരുന്ന കാലത്തും പാപ്പി ചേച്ചി ഇവരൊക്കെ സജീവമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് കണ്ടിട്ടുമുണ്ട്. SS വാസൻ, AVM ചെട്ടിയാർ, ഇവരെ പോലെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം ഫെസ്റ്റിവൽ സമയങ്ങളിൽ അവരുടെ സ്ഥിരമായി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റുകളെ മാനിച്ച് അവർക്ക് വീട്ടിലൊരു പുടവ കൊടുത്തേക്കുക, അങ്ങനെയും ഗിഫ്റ്റ്സ് കൊടുത്തേക്കുക. അങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന് ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സാരി ഒന്നുമല്ല, 10-15 പട്ടുസാരിയൊക്കെ കൊടുത്തുവിടും. SS വാസൻ്റെ മിസ്സസ് അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായി എനിക്ക് കിട്ടുന്നത് ഓണത്തിന് ന്യൂ തിയേറ്റേഴ്സിൽ നിന്ന്, മെർലാൻഡിൽ നിന്ന്, ന്യൂ തിയേറ്റേഴ്സ് ക്വാർട്ടേഴ്സിൽ നിന്ന് ആൾ വന്ന് വിളിച്ചു, ഇങ്ങനെ അമ്മ വിളിക്കുന്നു. അപ്പോൾ മുതലാളിയും അമ്മയും കൂടെ അവിടെ നിന്നിട്ട് കാലിൽ നമസ്കരിച്ച് ഞങ്ങൾക്കൊരു സാരിയൊക്കെ തന്നു, മുണ്ടും നേരിയതും തന്നു. സോ അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്തൊരു ഗെസ്ചറാണ്. നമുക്കൊരു നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കമ്പനിയിലെ ആർട്ടിസ്റ്റ്. പിന്നെ ഒരുപാട് അപ്പം തുടങ്ങി ഞാൻ 76 വരെ, ഹൃദയം ഒരു ക്ഷേത്രം വരെ ഒരുപാട് പടങ്ങൾ ഞാൻ മെർലാൻഡിൽ വർക്ക് ചെയ്തല്ലോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും എനിക്ക് മുതലാളി ഉണ്ടായിരുന്നവരെ ഞങ്ങൾക്കൊക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ മറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു, ഇപ്പം നമ്മൾ അഭിനയിക്കുന്നു പോകുന്നു ഒരു ബിസിനസ് രീതിയിലുള്ള ഒരു ഇതെന്നല്ലാതെ മനസ്സുകൊണ്ട് ഒരു അടുപ്പിക്കുക, നമ്മളെ മനസ്സുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുക, മനസ്സുകൊണ്ട് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് കുറവായിപ്പോൾ. അതായത് ഇപ്പോൾ ഒരു വ്യവസായം, ഇപ്പോൾ ഒരു ബിസിനസ്, അത്രേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റായ സമയത്ത് വന്നാൽ ഞങ്ങൾ കറക്റ്റായ പൈസ തരുന്നില്ലേ, വന്ന് വർക്ക് ചെയ്തിട്ട് പോകണം എന്നുള്ള അത്രയ്ക്കുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ തോന്നും, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കാണുമ്പോൾ തോന്നും, ഇത് തന്നെ മതി, ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മതി കേട്ടോ, കൂടുതൽ എടുക്കണ്ടെന്ന് തോന്നും. ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒരിക്കലും തോന്നാറില്ല ചേച്ചി ഒരു മലയാളി അല്ലെന്ന്. മുണ്ടും നേരിയതിലും ഒക്കെ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഞങ്ങളുടെ മുമ്പ്. അതുകൊണ്ട് മാതൃഭാവം, എനിക്ക് അതിൻ്റെ ഒരു പെക്യൂലിയർ എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ പലപ്പോഴും ആലോചിക്കും, എനിക്ക് ഈ ഒരു ഭാഷ മാത്രം എന്താ നന്നായി പറയാൻ പറ്റുന്നത്. തെലുങ്കും ഞാൻ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും, കന്നഡം സംസാരിക്കും, ഹിന്ദി സംസാരിക്കും, അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷേ ഈ ഒരു ഭാഷയിൽ എനിക്ക് ഒരിക്കലും ഒരു വാക്കിന് വേണ്ടി ഞാൻ മുട്ടി നിന്നിട്ടില്ല, അങ്ങനെ ഒരു വാക്കിന് വേണ്ടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ഞാൻ എപ്പോഴും ഇതെന്താ ഇത്ര ഫ്ലുവൻ്റ് ആയിരിക്കുന്നത്, എനിക്ക് മാത്രം ഇത് ഇത്ര വശപ്പെടുന്നത് എങ്ങനെ. അപ്പോൾ ഞാൻ വൈദീശ്വരൻ കോയിലിൽ ഒരു നാടി ജ്യോത്സ്യം നോക്കാൻ പോയി, ഏട് നോക്കുമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലായിരുന്ന സമയത്ത് ശരിയാവുമോ എന്നൊക്കെ അവിടെയും പോയി, എല്ലാ സ്ഥലത്തും പോയി, എല്ലാം എങ്ങനെ ശരിയാവുമെന്ന് നോക്കാൻ. അപ്പോൾ അവിടെയും പോയി. അപ്പോൾ അവർ ആ ഏഡിൽ എൻ്റെ പാസ്റ്റ് പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ പ്രീവിയസ് ജന്മം പറഞ്ഞു, ഐ വാസ് എ കേരളറ്റ്, ഞാൻ കേരളത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ അത് കേട്ടപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കണം, ഇത് ശരിയായിരിക്കണം, അല്ലെങ്കിൽ ഇത് മാത്രം എന്താണ് എനിക്ക് ഇത്രയും കറക്റ്റായി. ഇവിടുത്തെ ഞാൻ അഭിനയിച്ചിട്ടുള്ള പടങ്ങളെല്ലാം ഹിറ്റാണ്, ഇവിടുത്തെ ജനങ്ങളുമായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും, ഇവിടുത്തെ കവിത, ഇവിടുത്തെ സംഗീതം, ഇവിടുത്തെ നാട്യം, ഇവിടുത്തെ നൃത്തം, ഇതെല്ലാം എന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്.